വീണ്ടും റെഡ്മി ഞെട്ടിച്ചുകൊണ്ട് കുറഞ്ഞ വിലക്കൊരു 5G ഫോൺ ഇറക്കിയിട്ടുണ്ട്. റെഡ്മിയുടെ 13C 5G ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫോൺ കേട്ടോ. സെയിലും കാര്യങ്ങളൊന്നും തുടങ്ങിയില്ല. ഡിസംബർ 12-ന്, അതായത് ഈ ഒരു മാസം 12-നാണ് സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. സോ ഫോൺ അടിപൊളിയാണ്. ആ ഒരു പ്രൈസിൽ, അതായത് 10,000 രൂപക്ക് താഴെ വരുന്ന ഒരു 5G ഫോണാണ് കേട്ടോ. അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് 5G ഫോൺ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യണോ വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ ടൈം ഇപ്പോൾ നമ്മൾ പറഞ്ഞ് വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ ഈ ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 600+ പറഞ്ഞിട്ടുള്ള ഒരു ചിപ്പ് സെറ്റാണ് ഇതിൽ റെഡ്മി നൽകിയുള്ളത് കേട്ടോ. മാലിയുടെ G57 MC2 എന്നുള്ള ഒരു GPU ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. MIUI ബേസ്ഡ് ആയുള്ള Android 13 നമുക്കിതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. LPDDR4X ആണ് റാമും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ പെർഫോമൻസ് വൈസ് എങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ആ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ചിപ്പ് സെറ്റാണ് Dimensity 600+ എന്ന് പറയുന്നത്. സോ കുഴപ്പമില്ല, 10,000 രൂപക്ക് താഴെ അഡ്ജസ്റ്റ് ചെയ്യാം. 6.74 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 450 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് കേട്ടോ. സോ ബ്രൈറ്റ്നസ് ലെവൽ കുറച്ച് കുറവാണ്, പക്ഷേ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. 260 pp ആണ് പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, പണ്ടുള്ള ഫോണുകളാണ് വാട്ടർ ഡ്രോപ്പ് നോച്ച് കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പകരം ഒരു പഞ്ച് ഹോൾ കട്ടൗട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഇൻഫിനിക്സിൻ്റെ ഫോണിൽ വരെ 5,000 രൂപേൻ്റെ ഇൻഫിനിക്സിൻ്റെ ഫോണിൽ വരെ ഒരു നല്ലൊരു കട്ടൗട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കുഴപ്പമില്ല, ഇത് ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം. 192 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 8 mm മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ കേട്ടോ. സോ കുറച്ച് തിന്നുള്ളൊരു ഫോണായിരിക്കും, പക്ഷെ കുഴപ്പമില്ലാത്തൊരു വെയിറ്റും ഉണ്ടാവും. പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത അതായത് ഒരു ആവറേജ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസ് നൽകിയിട്ടുണ്ട്. 0.08 ഒരു വേറൊരു ലെൻസും നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നൽകിയുള്ളത്. 1080p അതായത് HD നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാം. വലിയൊരു കുഴപ്പമില്ലാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും നൽകിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു കുഴപ്പമില്ലാത്ത സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കാം. 10,000 രൂപക്ക് താഴെ ഓക്കെയാണ്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട് കേട്ടോ. സോ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 5G ബാൻഡ്സ് നോക്കുകയാണെങ്കിൽ 7 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 5G ബാൻഡ്സ് ഒക്കെ റെഡ്മി നൽകിയിട്ടുണ്ട്. പിന്നെ 3.5 ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അങ്ങനെ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകാൻ റെഡ്മി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതും പേടിക്കേണ്ട, ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു 10,000 രൂപക്ക് താഴെ 5G ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, വലിയൊരു ബഡ്ജറ്റൊന്നും ഇറക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ യൂസിനൊക്കെ പറ്റിയൊരു 5G ഫോണാണ്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 9,999 രൂപ, അതായത് 10,000 രൂപ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു 5G നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ റെഡ്മിയുടെ 13C എന്നുള്ളൊരു ഫോണുണ്ട്. 13C 5G അല്ല, അതിന് ഏകദേശം ഒരു 7,999 രൂപ, അതായത് 8,000 രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് 5G താല്പര്യം ഇല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഡിസംബർ 12-നോ 13-നാണ് ഇതിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതുപോലത്തെ സ്മാർട്ട് ഫോൺ റിലേറ്റഡ്, ടെക് റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും